ശ്രീ ഫാറൂഖ്, അൻവർ നിങ്ങളോടൊപ്പം സഹകരിക്കും, നിങ്ങളോടൊപ്പം പ്രവർത്തിക്കും എന്നൊക്കെ കരുതിയിരുന്ന അൻവർ ഇന്ന് സ്ഥാനാർത്ഥിയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. അൻവർ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് എതിരെയാണ്. മാത്രമല്ല, അന്തരിച്ച കോൺഗ്രസ് നേതാവ് വി വി പ്രകാശിൻ്റെ വീട്ടിൽ ഇന്ന് അൻവർ പോയിരിക്കുന്നു. അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫിൻ്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുമോ? മറ്റൊരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. ഇന്ന് യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആയിരുന്നു. പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും ആ കൺവെൻഷനിൽ പങ്കെടുത്തില്ല. കെ പി സി സിയുടെ മുൻ അധ്യക്ഷൻ കെ സുധാകരൻ പങ്കെടുത്തില്ല. മുൻ മന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന രമേശ് ചെന്നിത്തല ആ കൺവെൻഷനിൽ പങ്കെടുത്തില്ല. എന്താണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഫാറൂഖ്? ഒന്ന്, കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് ശ്രീ പി വി അൻവർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിച്ച് 9 വർഷം, ഏകദേശം 8.5 വർഷക്കാലം CPM-ൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ഇവിടെ MLA ആയി മുന്നോട്ട് പോയി. അതിനുശേഷം പിണറായി വിജയൻ്റെ പിണറായിസത്തിനെതിരെയും ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങളും അതുപോലെ തന്നെ പിണറായി ഗവൺമെൻറ്റും പിണറായിയും അതുപോലെ CPIM-ഉം RSS-ഉമായുള്ള ബന്ധവുമെല്ലാം ആരോപിച്ചാണ് അദ്ദേഹം രാജിവെക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി. ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാഹചര്യം ശ്രീ അൻവറിൻ്റെ രാജിയാണ്. അതിൽ ഏതായാലും അദ്ദേഹത്തോട് നന്ദിയും അറിയിക്കുന്നു. കാരണം പിണറായി ഗവൺമെൻറ്റിൻ്റെ ഈ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധമുള്ള കേരളത്തിലെ 3.5 കോടി വരുന്ന ജനമുണ്ട്. ആ 3.5 കോടി ജനങ്ങളുടെ പ്രതിഷേധം, ഈ ഗവൺമെൻറ്റിനെതിരുള്ളൊരു വികാരം നിലമ്പൂരിലെ ഏകദേശം 2,20,000-ഓളം വരുന്ന വോട്ടർമാർ ആ ജനങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനും 2025 ഡിസംബർ മാസത്തോടു കൂടി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി ജനങ്ങൾക്ക് ഈ പിണറായി ഗവൺമെൻറ്റിനെതിരെ ഇടതുപക്ഷത്തിനെതിരെ കിട്ടിയ ഒരു വലിയ ആയുധമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങളൊരു വളരെ ശുഭപ്രതീക്ഷയാണ്. ഇവിടെ ആര് മത്സരിക്കുന്നു, ആർക്കും വേണ്ടി മത്സരിക്കാം. നമുക്കറിയാം ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എപ്പോഴാണ് ഉണ്ടായതെന്ന്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് എപ്പോഴാണ്? കോൺഗ്രസ് ഇവിടെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ കോൺഗ്രസ് ഒരു ഒറ്റ പേര് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് അയച്ച് ബഹുമാനായ ശ്രീ മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ഫീൽഡിലായി. ഞങ്ങളുടെ സ്ക്വാഡ് വർക്കുകൾ വളരെ നല്ല രീതിയിൽ താഴെത്തട്ടിൽ ഇതുവരെ ഫസ്റ്റ് സ്ക്വാഡ് വർക്ക് പൂർത്തീകരിച്ചു. ഞങ്ങൾ സിസ്റ്റമാറ്റിക്കായി എണ്ണയിട്ട യന്ത്രം പോലെയാണ് UDF-ൻ്റെ വർക്ക് താഴെത്തട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും BJP സ്ഥാനാർത്ഥിയും ഒക്കെ വരാനുള്ള സമയം നമ്മൾ എത്രത്തോളം കണ്ടു. കാരണം ഇടതുപക്ഷം ഇവിടെ കണ്ടിരുന്നത് പാലക്കാട് പോലെ ആരെങ്കിലും അങ്ങോട്ട് ചാടിയവരെയും ഇങ്ങോട്ട് ചാടിയവരെയും കിട്ടുമോ എന്ന പ്രതീക്ഷയിലാണ് അവരിറങ്ങുന്നത്. അതുപോലെ തന്നെ BJP പാലക്കാടിലെ ഒരു ധാരണയായി മുന്നോട്ട് പോയ ഒരു തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. LDF എന്നുള്ള പേര് അവിടെ മാറ്റി കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് പറയുന്ന CJP ആ സംഘവുമായിട്ടാണ് കടന്നുപോയത്. അവരും ഇതുപോലെ എന്തെങ്കിലും കിട്ടുമോ എന്ന് ആഗ്രഹിച്ചു നടന്നു. അപ്പോൾ ഞങ്ങൾ വളരെ ശുഭപ്രതീക്ഷയോടുകൂടി, ജനങ്ങളുടെ വികാരമാണ്, ഞാൻ ഗ്രൗണ്ട് റിയാലിറ്റിയാണ് പറയുന്നത്, ആ ഗ്രൗണ്ട് ഞങ്ങളുടെ കൂടെയാണ്, ഒരു സംശയമില്ല. ഞങ്ങൾ UDF-നകത്തൊരു അനൈക്യം ഇല്ല. ഞാൻ അടിവരയിട്ട് പറയുന്നു. എല്ലാ നേതാക്കന്മാരും, ഞാനൊരു കൺവെൻഷനിൽ ബഹുമാനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം ഹജ്ജിന് പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ മുനവർ അലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു, ഇനിയും വരും. എല്ലാ ദിവസവും എല്ലാ നേതാക്കളും വരും. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല കഴിഞ്ഞ പോത്തുകല്ല്, ഈ നിയോജകമണ്ഡലത്തിലെ ഒരു പഞ്ചായത്തായ പോത്തുകല്ലിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ, തെരഞ്ഞെടുപ്പിലെ ലീഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്ത ശ്രീ രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ അനൈക്യം ഉണ്ടാക്കിയെടുക്കുന്നതാണ് പല ചാനലുകളും പല ആളുകളും. ഈ UDF-നകത്ത് ഒരു അനൈക്യമില്ലാതെ ഇത്രയും ഐക്യത്തോടു കൂടി പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. ഇതിൽ ഞങ്ങൾക്ക് വലിയ ശുഭപ്രതീക്ഷയുണ്ട്. അപ്പുറത്തെ സ്ഥാനാർത്ഥി ആരായിക്കോട്ടെ, അത് ഞങ്ങൾക്കൊരു വിഷയമല്ല. ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പിണറായിസത്തിനെതിരെ, ആ പിണറായിസത്തിനെതിരെ നിൽക്കുന്ന പലവരുമായിട്ട് സ്വാഭാവികമായും ഞങ്ങളും മുന്നോട്ട് വെക്കുന്ന ഒരു പൊളിറ്റിക്സ് അതായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ ചർച്ചകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ പലവരും തീരുമാനങ്ങൾ, ആർക്കും ഏത് തീരുമാനം എടുക്കാം.
തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൽ ആർക്കും മത്സരിക്കാം. അത് മത്സരിക്കട്ടെ. മത്സരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഞങ്ങളൊരു വലിയ ഭൂരിപക്ഷത്തിൽ ഈ ആര്യാടൻ മുഹമ്മദിൻ്റെ മണ്ണിൽ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ബാപ്പുട്ടി വിജയിക്കും എന്നുള്ളതിൽ ഒരു സംശയം ഞങ്ങൾക്കില്ല. ഫാറൂഖ്, ഇന്നലെ മുസ്ലിം ലീഗ് യോഗത്തിലും പ്രതിപക്ഷ നേതാവിനെതിരെ വിമർശനം ഉണ്ടായില്ലേ? പ്രതിപക്ഷ നേതാവിൻ്റെ സമീപനത്തെ വിമർശിച്ചുകൊണ്ട് ചില നേതാക്കന്മാരൊക്കെ സംസാരിച്ചില്ലേ? അത് ഇന്ന് എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഫാറൂഖ് അടിവരയിട്ട് പറയുന്നു അനൈക്യം ഇല്ല UDF-ൽ എന്ന് പറയുന്നു. പക്ഷേ എന്തൊക്കെയോ പൊട്ടിത്തെറിയും ചീറ്റലും ഒക്കെ UDF സംവിധാനത്തിൽ ഇല്ലേ? പുറത്തു നിന്ന് നോക്കുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ, ഇപ്പോൾ പ്രചരണത്തിൻ്റെ ചൂടിലാണല്ലോ, വരും ദിവസങ്ങളിൽ അതൊരു ഉരുൾപൊട്ടലായി മാറാനുള്ള സാധ്യതയുണ്ടോ? മുസ്ലിം ലീഗിൻ്റെ യോഗത്തിൽ കോൺഗ്രസിനെതിരെ VD സതീശനെതിരെയും ശക്തമായ പ്രതിഷേധമുണ്ടായി എന്നൊക്കെ പറയുന്നത് ഒരു മാധ്യമ സൃഷ്ടിക്കപ്പുറത്തേക്കൊന്നുമില്ല. ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ എല്ലാ തരത്തിലുമുള്ള ഏറ്റവും നല്ല വർക്കാണ് നിലമ്പൂരിൽ ഇപ്പോൾ നടക്കുന്നത്. എല്ലാ നേതാക്കന്മാരും അണിനിരന്നിരിക്കുന്നു. അതിന് ഓരോ പഞ്ചായത്തിനും ഓരോ ബൂത്തിനും നേതാക്കന്മാരെ ഡിവൈഡ് ചെയ്ത് കൊടുത്ത് അത് ഏൽപ്പിച്ച് അതിശക്തമായ പോരാട്ടമാണ്. ഞാൻ പറയുന്നല്ലോ, കോൺഗ്രസിനകത്തും UDF-നകത്തും ഒരു തരത്തിലുള്ള അനൈക്യവുമില്ലാതെ മുന്നോട്ട് പോകുന്നു. പിന്നെ ഇതൊക്കെ നമ്മുടെ യഥാർത്ഥമായ വിഷയങ്ങൾ ഇവിടെ ചർച്ച നടത്താതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പലവരുടെയും പലതരത്തിലുള്ള പ്രചരണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം ചർച്ചകൾ വരുന്നത്. ഞാൻ പാലക്കാട് ജില്ലയിലെ ഇലക്ഷൻ്റെ ഒരു മുഴുവൻ സമയമോടുണ്ടായൊരു വ്യക്തിയാണ്. ആ പാലക്കാട് നിയമസഭയിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പോലും പാലക്കാടിൽ ഇവിടെ UDF-ൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ 5-6 ദിവസം വരെ ഇതുപോലെ പലതും കോൺഗ്രസിനകത്ത് അനൈക്യമാണ്, DCC അവിടെ പ്രശ്നമുണ്ട്, UDF-ൽ അവിടെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. അത് അതിൻ്റെ വഴിക്ക് വിട്ടു. അവിടെ 18,800-ൽ പരം വോട്ടുകൾക്ക് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു. അപ്പം അതുകൊണ്ട് ഇതൊക്കെ കുറച്ച് ദിവസങ്ങൾ നീണ്ടു നൽകി. ജനങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ജനങ്ങൾ ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം, ഓരോ ദിവസവും ഭയപ്പെട്ടിട്ട് ഇവിടുത്തെ വനമേഖലയുടെ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ ഭീതി, അവർക്ക് അതിനൊരു മോചനം വേണ്ടേ? എത്ര ആളുകളാണ് ഈ 6 മാസത്തിനുള്ളിൽ മരണപ്പെട്ടത്? 2 പേര് ആന ചവിട്ടിക്കൊല്ലുന്നു, ഇവിടെ കെണിവെക്കുന്നു, കടുവക്ക് കെണിവെച്ചാൽ പുലി കയറുന്നു. അപ്പോൾ കടുവയും പുലിയും എല്ലാം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്യമൃഗങ്ങൾ ഇത്രത്തോളം നാടിൻ്റെ മനുഷ്യരെ കൊന്ന് തിന്നുന്ന ഒരു കാലം ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടോ? ആ സമയത്ത് നമ്മുടെ ഈ സങ്കടം ആരോടാ പറയാ? ഒരു ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്തൊരു മന്ത്രിയുണ്ട്, വനംവകുപ്പ് മന്ത്രി. അദ്ദേഹം ഇവിടെ നിലമ്പൂരിലും വയനാട്ടിലും പാവപ്പെട്ട മനുഷ്യരെ ആന ചവിട്ടിക്കൊല്ലുമ്പോൾ, അതുപോലെ കടുവ കടിച്ചു തിന്നുമ്പോൾ നല്ല ഹിന്ദി പാട്ട് തേരേ പേരേ എന്ന് പറഞ്ഞ് പാട്ടും വെച്ച് നടക്കുന്ന ഒരു മന്ത്രിയുള്ള നാട്ടിൽ ജനം ഈ പറയുന്നതിലേക്കൊന്നുമല്ല ശ്രദ്ധിക്കുന്നത്. ജനത്തിൻ്റെ ഈ നിലമ്പൂരിലെ മുഴുവൻ വോട്ടർമാരുടെ അറ്റൻഷൻ എന്ന് പറയുന്നത് ഇതിലേക്കാണ്. ഈ ദുർഭരണമാണ്. ആശാവർക്കർമാരുടെ വിഷമം, ആശാവർക്കർമാരുടെ സങ്കടം, തലമുണ്ടനം ചെയ്യപ്പെട്ട ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ നിലമ്പൂരിലെ ജനങ്ങൾ വോട്ട് നൽകാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഈ കാലഘട്ടത്തിൽ വിലക്കയറ്റം, അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ഗവൺമെൻറ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതും, വെള്ളക്കരം വർദ്ധിപ്പിച്ചതും, ഭൂനികുതി വർദ്ധിപ്പിച്ചതും, കെട്ടിട നികുതി വർദ്ധിപ്പിച്ചതും, പോലീസ് നിഷ്ക്രിയത്വവും, സ്ത്രീകൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളും, ഇതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ആ ചർച്ചയിൽ ജനം കാത്തിരിക്കുന്നു. ഒരു വിധിയുണ്ട്. ആ വിധി 2023 തീയതി പ്രിയപ്പെട്ട ശ്രീ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തിലൂടെ കാണാൻ കഴിയും. ബാക്കിയുള്ള ചർച്ച നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല മാധ്യമങ്ങളും ഇത്തരം ചർച്ചകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. യഥാർത്ഥ പൊളിറ്റിക്സ് ചർച്ച ചെയ്യട്ടെ, യഥാർത്ഥ വിഷയം ചർച്ച ചെയ്യട്ടെ. ജനം ചർച്ച ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ പ്രിയപ്പെട്ട മാധ്യമങ്ങളും ഉണ്ടാകണമെന്നുള്ള വിനീതമായ അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഓക്കെ, ഞങ്ങൾ ഈ ഡിബേറ്റിൽ ഞങ്ങളുടെ ചോദ്യം തന്നെ ഇതായിരുന്നു, വെറും കക്ഷി രാഷ്ട്രീയം മാത്രമാണോ ചർച്ച ചെയ്യുക, അതോ
വികസനം ചർച്ച ചെയ്യുമോ, ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമോ എന്ന് ഇപ്പോൾ ഫാറൂഖ് ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ജനകീയ പ്രശ്നങ്ങൾ, അതുപോലെ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത, ദുർഭരണം, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഫാറൂഖ് സംസാരിച്ചത്.